ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ സമ്മേളനം നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ സമ്മേളനം 3 പീടിക വ്യാപാര ഭവനിൽ നടന്നു. AKTA സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ഒരുപക്ഷെ 16-17 സംഘടനകളായിരിക്കും. മറിച്ച് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ എണ്ണം പരിശോധിച്ചിരുന്നാൽ നമുക്കത് കാണാൻ കഴിയും. 81 സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രവർത്തന കാലയളവിൽ ഒരു ആനുകൂല്യവുമില്ലാതിരുന്ന തയ്യൽ തൊഴിലാളി സമൂഹത്തിന്റെ ആനുകൂല്യത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് മറ്റു തര തൊഴിലാളികളോടൊപ്പം തയ്യൽ തൊഴിലാളികളെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനം നടത്തി 86 അന്നത്തെ ഗവൺമെന്റ് K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പദ്ധതി ആലോചിക്കുകയും അതിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനയുടെ നേതാക്കളെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് 1 ലക്ഷം തൊഴിലാളികളെയെങ്കിലും ആ പദ്ധതിയിൽ പങ്കാളികളാക്കി ഈ പദ്ധതി ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള വാർഷിക റിപ്പോർട്ടും ട്രഷറർ പ്രസീത PP വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. VM സോമനാഥൻ, KV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി പെൻഷൻ സർവീസ് പെൻഷനായി നൽകണമെന്നും പെൻഷൻ തുക 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പ്രസവ ധനസഹായം 13000 രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോടും ക്ഷേമനിധി ബോർഡിനോടും ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ്, ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള, ഏരിയ ട്രഷറർ PP പ്രസീത എന്നിവരടങ്ങിയ 25 അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു.